യഥാർത്ഥത്തിൽ ആ വിവരം ഇപ്പോഴാണ് പുറത്തു വന്നിരുന്നത്. തണ്ടർ ബോൾട്ട് പോലീസുകാർ വനത്തിനകത്ത് മറ്റെന്തോ കാര്യത്തിന് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് ഫോറസ്റ്റ് വിവരം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ താൽക്കാലിക വാച്ചറായ ഒരാളുടെ ഭാര്യ കൂടിയാണ് അവര്. അതുകൊണ്ട് അത് സ്ഥിരീകരണവും മറ്റു കാര്യങ്ങളും പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. പൊതുവെ കടുവ ആക്രമണത്തിൽ മരിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. കൽപ്പറ്റയിൽ നിന്ന് അവിടെ എത്താൻ 2-3 മണിക്കൂർ എടുക്കും. അവിടേക്ക് 1-2 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഫോറസ്റ്റുകാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തായാലും സ്ത്രീ മരിച്ചു എന്നുള്ളത് വളരെ സങ്കടകരമായൊരു സംഭവം തന്നെയാണ്. ഇവിടെയാണെങ്കിൽ അത്ര വലിയ കടുവകളുടെ സാന്നിധ്യമൊന്നും അടുത്ത കാലത്ത് ഉള്ളതായിട്ട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുമില്ല. ആളുകളെ ശ്രദ്ധയപ്പെടുകയോ മറ്റു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. കടുവകൾക്കും വന്യമൃഗങ്ങൾക്കൊക്കെ ഏത് സമയത്തും ഏത് പ്രദേശത്തും വരാൻ കഴിയാവുന്ന വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഏതായാലും വളരെ സങ്കടകരമായ കാര്യം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് മധ്യവയസ്കയായിട്ടുള്ള ഒരു ആദിവാസി സ്ത്രീയാണ് കൊല ചെയ്യപ്പെട്ട് മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് വിശദാംശങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതേ ഉള്ളൂ. കഷ്ടമാണ് ശ്രീ ശശീന്ദ്രൻ. ഈ ആദിവാസികളൊക്കെ എത്രയോ കാലമായി അവിടെ ജീവിക്കുന്നുണ്ട്. സമീപകാലത്താണ് ഇപ്പോൾ ഈ വന്യജീവികളുടെ ആക്രമണങ്ങളിൽ ആദിവാസി സ്ത്രീകളും മറ്റുള്ള നാട്ടുകാരുമൊക്കെ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ ഇത് തടയാനാവശ്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് നാട്ടുകാർ നിരന്തരം പരാതിപ്പെടുമ്പോഴും കൃത്യമായൊരു പരിഹാരമില്ലാതെ വീണ്ടും വീണ്ടും മനുഷ്യജീവനുകൾ പൊലിയുന്ന ഈ ഘട്ടം ആവർത്തിക്കപ്പെടുമ്പോൾ എന്ത് തോന്നുന്നു? വളരെ വിഷമകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഗവൺമെന്റ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടുത്ത കാലത്താണ് അമരക്കുനിയിലെ ഒരു കടുവയെ മയക്കുമരുന്ന് പിടിച്ചു എല്ലാ നിലപാടുകളും സ്വീകരിച്ച് അവസാനം അത് കൂട്ടിൽ കയറി ഇപ്പൊ അത് പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും സാന്നിധ്യമോ കാര്യങ്ങളൊന്നും കണ്ടെത്താത്തൊരു പ്രദേശമാണെന്നുള്ളത് കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് കൂടുതൽ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. കൂടുതൽ വിവരങ്ങൾ ഇപ്പൊ ഏതാനും മണിക്കൂറുകളെ ഈ വിവരം കിട്ടിയിട്ടുള്ളൂ. അത് അന്വേഷിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള അത് ആളുകൾ മരിക്കാൻ വേണ്ടി പാടില്ലല്ലോ. ആളുകളുടെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതല്ലേ. പ്രത്യേകിച്ച് ദുർബല ജനവിഭാഗങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ കുറേ കൂടി ജാഗ്രതയോടെ ഇടപെടണമെന്ന ഒരു കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാവേണ്ട കാര്യമില്ല. കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്.